എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ KS പ്രിലിംസിൻ്റെ റിവിഷൻ ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ബേസിക്കലി ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ക്ലാസ് സീരീസ് ആണ്. ഇനി ഒരാഴ്ചയാണ് പരീക്ഷയ്ക്കുള്ളത്. കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഈ ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഈ ഒരു റിവിഷൻ ക്ലാസ് സീരീസിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ഷോർട്ട് വീഡിയോസ് ആയിട്ട് മാക്സിമം ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് മലയാളം ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. മോസ്റ്റ്ലി ഒരു ടൈം ലൈൻ ഓർഡറിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. സോ ഫസ്റ്റ് മലയാളം ലാംഗ്വേജിൻ്റെ ഒരു ഒറിജിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഫസ്റ്റ് പോയിന്റ്, മലയാളം ഇവോൾവ് ആസ് എ ഡിസ്റ്റിങ് ലാംഗ്വേജ് ബൈ ദ 9th century, ലാസ്റ്റ് അമംഗ് ദ 4 മേജർ ദ്രവിഡിയൻ ലാംഗ്വേജസ്. സോ മലയാളം ഒരു ഡിസ്റ്റിങ് ലാംഗ്വേജ് ആയിട്ട് ഇവോൾവ് ആയത് 9th centuryയിലാണ്. 4 ദ്രവിഡിയൻ ലാംഗ്വേജുകളിൽ ഏറ്റവും ലാസ്റ്റ്, അത് 4ാമതാണ് മലയാളം ഇവോൾവ് ആയത്. അടുത്ത പോയിന്റ്, മലയാളത്തിൻ്റെ തുടക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റൈലാണ് മണിപ്രവാളം സ്റ്റൈൽ. ഇറ്റ് ഈസ് എ ഹൈബ്രിഡ് ലാംഗ്വേജ് ആൻഡ് ലിറ്റററി സ്റ്റൈൽ ദാറ്റ് കമ്പൈൻസ് എലമെന്റ്സ് ഓഫ് സാൻസ്ക്രിറ്റ് ആൻഡ് മലയാളം. മണിപ്രവാളം ഇസ് എ ഹൈബ്രിഡ് ലാംഗ്വേജ് ആൻഡ് ലിറ്റററി സ്റ്റൈൽ ദാറ്റ് കമ്പൈൻസ് എലമെന്റ്സ് ഓഫ് സാൻസ്ക്രിറ്റ് ആൻഡ് മലയാളം. ഇമ്പോർട്ടൻ്റ് ആണ്. സോ മണിപ്രവാളം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ വേർഡ് മീനിങ് ഓഫ് മണിപ്രവാളം ഇസ് റൂബി കോറൽ. ദ വേർഡ് മീനിങ് ഓഫ് മണിപ്രവാളം ഇസ് റൂബി കോറൽ. അടുത്തത് മണിപ്രവാളത്തിലെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു പോയറ്റിൻ്റെ പേരാണ് ടോളൻ. ഏർലിയസ്റ്റ് നോൺ പോയറ്റ് ഇൻ മണിപ്രവാളം, ഓതേർഡ് ആട്ടപ്രകാരംസ് ആൻഡ് ക്രമദീപിക. സോ ടോളൻ എന്ന് പറയുന്നത് മണിപ്രവാളം സ്റ്റൈലിലെ ആദ്യത്തെ ഒരു പോയറ്റിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വർക്കുകളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആട്ടപ്രകാരവും ക്രമദീപികയും. അടുത്തത് രാമചരിതം, ഏർലി മഹാകാവ്യ ബേസ്ഡ് ഓൺ യുദ്ധകാണ്ഡ ഓഫ് രാമായണ. രാമചരിതം എന്ന് പറയുന്നത് ഈ ഒരു മണിപ്രവാളത്തിലെ ഏർലി മഹാകാവ്യാണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ യുദ്ധകാണ്ഡ ഓഫ് രാമായണ. സോ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് KS മെയിൻസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 600 എക്സ്പെക്റ്റഡ് മെയിൻസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു നല്ലൊരു PDF നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്യുന്ന ഒരു PDF ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിൻസ് പ്രിപ്പറേഷന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത പോയിന്റ്, 2 ഫോംസ് ഓഫ് പോയറ്റിക് എക്സ്പ്രഷൻ ഡെവലപ്പ്. ഒന്ന് ചമ്പു. ചമ്പു ദ നരേറ്റീവ് വേഴ്സ് മിക്സിംഗ് വേഴ്സ് ആൻഡ് റിതമിക് പ്രോസ്. ആൻഡ് രണ്ടാമത്തത് സന്ദേശ കാവ്യ, എ മെസ്സഞ്ചർ പോയട്രി. ഉണ്ണി നീലി സന്ദേശം ഇസ് എ ഫസ്റ്റ് സന്ദേശ കാവ്യ ഇൻ മണിപ്രവാളം. ഉണ്ണി നീലി സന്ദേശം ഇസ് എ ഫസ്റ്റ് സന്ദേശ കാവ്യ ഇൻ മണിപ്രവാളം. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് തുടക്കകാലത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയറ്റ്സിൻ്റെ പേരാണ് നിരണം പോയറ്റ്സ്. നിരണം പോയറ്റ്സ് നോൺ ആസ് കണ്ണാസൻസ് ഫ്ലറിഷ്ഡ് ഇൻ 15th century. കണ്ണാസൻസ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരുടെ ഫാമിലി നെയിമാണ് കണ്ണാസൻസ് എന്നുള്ളത്. ആ നിരണം പോയിറ്റ്സ് 3 പേരാണ് ഉണ്ടായിരുന്നത്. നിരണം പോയിറ്റ്സ് ഇൻക്ലൂഡ് രാമ പണിക്കർ, മാധവ പണിക്കർ ആൻഡ് ശങ്കര പണിക്കർ. സോ അവരുടെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ദ റിവൈവ് റിലീജിയസ് പോയട്രി. സോ നിരണം പോയിറ്റ്സിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോയറ്റ് എന്ന് പറയുന്നത് രാമപണിക്കറാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കാണ് കണ്ണാസ രാമായണ. രാമപണിക്കർ ഇസ് ദ ഓഥർ ഓഫ് കണ്ണാസ രാമായണ. KS പ്രിലിംസിനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. അടുത്ത പോയിന്റ്, അടുത്ത പ്രധാനപ്പെട്ട ഒരു കവി എന്ന് പറയുന്നത് ചെറുശ്ശേരിയാണ്. ചെറുശ്ശേരി ഇസ് ഓഥർ ഓഫ് കൃഷ്ണഗാഥ ആൻഡ് ഹി വാസ് പാട്രണൈസ്ഡ് ബൈ ഉദയവർമ്മൻ കോലത്തിരി. ചെറുശ്ശേരിയുടെ പ്രധാനപ്പെട്ട വർക്കാണ് കൃഷ്ണഗാഥ. അദ്ദേഹം ഉദയവർമ്മൻ കോലത്തിരിയുടെ കോർട്ടിലെ ഒരു പ്രധാനപ്പെട്ട പോയറ്റ് ആയിരുന്നു. ചെറുശ്ശേരി ഇസ് റിഗാർഡ് ആസ് ദ ഫസ്റ്റ് മഹാകവി ഇൻ മലയാളം. ചെറുശ്ശേരി ഇസ് റിഗാർഡ് ആസ് ദ ഫസ്റ്റ് മഹാകവി ഇൻ മലയാളം. അതുപോലെ തന്നെ കൃഷ്ണഗാഥ കൺസിഡർഡ് ആസ് ദ ഫസ്റ്റ് മഹാകാവ്യം ഇൻ മലയാളം. അടുത്തൊരു പോയിന്റ്, ചന്ദ്രോത്സവം ഇസ് ദ ലാസ്റ്റ് വർക്ക് ഓഫ് ആൻഷ്യൻ മണിപ്രവാളം. ആൻഷ്യൻ മണിപ്രവാളത്തിലെ ഏറ്റവും ലാസ്റ്റ് പ്രധാനപ്പെട്ട വർക്കാണ് ചന്ദ്രോത്സവം. സോ ഈ ഒരു ഫസ്റ്റ് വീഡിയോയുടെ ഭാഗമായിട്ട് നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി അടുത്തൊരാഴ്ച നമ്മൾ റെഗുലറായിട്ട് കേരള ആർട്ട് ആൻഡ് കൾച്ചർ അല്ലെങ്കിൽ കേരള കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക് മാക്സിമം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇതുപോലുള്ള റിവിഷൻ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.